അരുണിമ മാഡം, ഞാനിപ്പോ വരാം. നിങ്ങൾ ചോദിച്ച മോതിരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ. താങ്ക് യു വെരി മച്ച്. ഓക്കെ മാഡം. ശരി. മഞ്ജരി, ഒന്നിങ്ങോട്ട് വന്നേ. ദേ വരുന്ന ആന്റി. കം ഓൺ മിഥുൻ, കം. ഈ റിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഇപ്പൊ ഓർഡർ കൊടുത്ത് വാങ്ങിയതാ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആന്റി. അരുണിമാമേ, നമസ്കാരം. വരൂ തിരുമേനി, ഒത്തിരി ലേറ്റ് ആയി പോയില്ലേ, നടക്ക്. ആയിക്കോട്ടെ. അമ്മേ, മേഘനെ നമുക്ക് ഒരു വിധത്തിലും സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ എൻഗേജ്മെന്റ് നടക്കുമെന്നാണല്ലോ തോന്നുന്നേ. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റൂടാ? മേഘനയുടെ തലയിലെടുത്ത് അത്രയുള്ളൊന്ന് സമാധാനിക്കും. മിഥുൻ, ഇന്ന് ഞാൻ എത്രമാത്രം ഹാപ്പിയാണെന്നറിയോ? ചെറുപ്പം തൊട്ട് ഞാൻ കണ്ടിരുന്ന സ്വപ്നം ഇന്നാണ് നിറവേറാൻ പോകുന്നത്. നീയും ഞാനും ഒത്തൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി ഇന്ന് മുതിർന്നവരെല്ലാവരും കൂടി ഉറപ്പിക്കുക. ഐ ആം വെരി വെരി ഹാപ്പി മിഥുൻ. മഞ്ജരി, വരൂ. ആ ആന്റി, ദേ വരുന്നു. മഞ്ജരി, 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 എന്തുപറ്റി? മഞ്ജരി, മഞ്ജരി, എനിക്ക് എന്താ പറ്റി? മഞ്ജരി, എഴുന്നേക്ക്. മഞ്ജരി, എന്താ പറ്റിയ കാര്യം? എന്റെ കാല് ട്വിസ്റ്റ് ചെയ്തു. പതുക്കെ നടക്ക്, പതുക്കെ നടക്ക്, പതുക്കെ നടക്ക്. നടക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കണ്ടേ മഞ്ജരി? ഇന്ന് നിശ്ചയം തുടങ്ങാൻ പോകുമ്പോ നിനക്ക് വയ്യാണ്ടായാൽ എങ്ങനെയാ? ആന്റി വിഷമിക്കാതിരിക്കും. ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ വേണ്ടത് ചെയ്തോളാം. മഞ്ജരി, യു ഡോണ്ട് വറി. ഞാൻ ചെന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തോണ്ട് വരാം. ഓക്കെ മഞ്ജരി, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? മേഘനെ, മേഘനെ, നിന്റെ കൈ എങ്ങനെ മുറിഞ്ഞേ? ഇത് മഞ്ജരി, 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 കൈ മുറിഞ്ഞ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് എന്താ പറയാത്തെ? മാത്രമല്ല നല്ല ബ്ലീഡിംഗ് ഉണ്ട്. അല്ലെങ്കിൽ ചോര ഒരുപാട് പോകും. നിക്ക്, ഞാൻ ഫസ്റ്റ് എയ്ഡ് ചെയ്യാം.
കുറച്ചു മുമ്പ് നീ പിടിച്ചില്ലായിരുന്നെങ്കിൽ അവളുടെ ആ വീഴ്ചയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചേനെ. നിനക്ക് അവളോട് ഇത്രയും വെറുപ്പുണ്ടായിട്ടും അവൾക്കൊരു ആപത്ത് വന്ന സമയത്ത് അവളെ സഹായിക്കാനുള്ള സന്മനസ് കാണിച്ചില്ലേ? യഥാർത്ഥത്തിൽ നിന്നിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന സ്വഭാവം ഇത് തന്നെ. ഒരാപത്ത് വരുമ്പോൾ ശത്രുവാണോ മിത്രമാണോ എന്ന് നോക്കാറില്ല. ഏത് സമയത്തും ആരെയും ഒന്നിൻ്റെയും പേരിൽ അകറ്റി നിർത്തില്ല. എല്ലാവരിലും നന്മ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും. എത്ര വിഷമമുണ്ടെങ്കിലും അതെല്ലാം മനസ്സിലിട്ട് പൂട്ടുകയും ചെയ്യും. അത് മറ്റൊരാളെ അറിയിച്ച് അവരെ കൂടെ വിഷമിപ്പിക്കില്ല. യു ആർ സംതിങ് സ്പെഷ്യൽ മേഘനെ. മിഥുനേട്ടന് ചേച്ചിയോട് നല്ല സ്നേഹമുണ്ട്. പക്ഷെ ചുറ്റുമുള്ള ആൾക്കാരും സാഹചര്യമാണ് മിഥുനേട്ടന്റെ മനസ്സ് മാറ്റുന്നത്. അവര് പറയുന്നതെല്ലാം തലേ കയറ്റിക്കൊണ്ട് മിഥുനേട്ടൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുക. അങ്ങനെയാണ് ഈ നിശ്ചയത്തിന് സമ്മതിച്ചതും. മിഥുൻ, what is this? ഒന്നുമില്ല മഞ്ജരി, മേഘനയുടെ കൈ ഒന്ന് മുറിഞ്ഞായിരുന്നു. ആ മുറിവൊന്ന് കെട്ടിവെക്കായിരുന്നു. അവിടെ ഞാൻ കാലുവേദന കൊണ്ട് പൊളയുമ്പോ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കാനാണെന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് വന്നിരിക്കുകയായിരുന്നോ? മഞ്ജരി, അവളുടെ കയ്യിൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. വാട്ട് എവർ. മുറിവൊക്കെ കെട്ടിവെച്ചു കൊടുത്തില്ലേ? ഇനി സാർ അങ്ങോട്ടേക്ക് വന്നാ നന്നായിരുന്നു. നീ എന്തൊക്കെയായി പറയുന്നേ? നിന്റെ കാലിന് വേദന അനക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൊറേ നേരമായിട്ട് സാറിനെ കാണാതായപ്പോ ആ ടെൻഷന്റെ വേദന പോയി. ഇനി എനിക്ക് ഒരു സർവീസിന്റെ ആവശ്യമില്ല. സോറി. നീ എന്താ ചാരു ഇങ്ങനെ? ഞാൻ സോറി പറഞ്ഞിട്ടും അതിനൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ പോലും നിന്റെ മനസ്സ് അനുവദിക്കുന്നില്ലേ? നടന്നതിനൊക്കെ സോറി പറയാനെങ്കിലും നിനക്ക് തോന്നിയല്ലോ. തെറ്റാണെന്ന് നിന്റെ മനസ്സ് തിരിച്ചറിയുന്നുണ്ട്. നന്നായി. നല്ല ബോധമുണ്ട് നിനക്ക്. വാട്ട് യു മീൻ? നീ ഇതെന്തൊക്കെയാ പറയുന്നേ? തെറ്റുപറ്റിപ്പോയി അറിയാതെ നിന്നെ ഒന്ന് ഇടിച്ചു. അതിന് ഞാൻ സോറി പറഞ്ഞത്. ഇത്ര ചെറിയൊരു തെറ്റ് നീ റിയലൈസ് ചെയ്ത് സോറി പറയുമ്പോ നിന്റെ വീട്ടിൽ ഇത്രയും വലിയ തെറ്റ് നടന്നിട്ടും അതൊന്ന് ചോദ്യം ചെയ്യാൻ പോലും നിന്റെ മനസ്സെന്താ അനുവദിക്കാത്തത്? തെറ്റാന്ന് വിരൽ ചൂണ്ടി കാണിക്കാൻ പോലും ഒരു ചുവട് നീ മുന്നോട്ട് വെക്കുന്നില്ലല്ലോ. നടക്കുന്നത് അന്യായാണെന്ന് അറിഞ്ഞിട്ട് പോലും നീ എന്താ ഒരു കുലുക്കും അല്ലാതെ നിൽക്കുന്നേ? ചാരു, ഞാൻ നിന്നോട് ഇത് എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കി തരാ? നടക്കുന്നത് തെറ്റാണെന്ന് എനിക്കും അറിയാം. അതിന്റെ എല്ലാം അനുഭവിക്കാൻ പോകുന്നത് മേഘനെടുത്തിയാണെന്നും അറിയാം. വീട്ടിൽ പലരുടെയും ഗൂഢാലോചനയാണ് ഈ നിശ്ചയമെന്നും എനിക്കറിയാം. എന്നാലും എന്റെ അവസ്ഥ എന്താണെന്ന് നീ ഒന്ന് മനസ്സിലാക്ക്. ആരെയും തടസ്സപ്പെടുത്താനുള്ള അധികാരം എനിക്കില്ല. അത് തന്നെയാണ് ഞാനും പറയുന്നത് വിവേക്. നിന്റെ വീട്ടുകാർ ചെയ്യുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും നിനക്ക് പറ്റുന്നില്ല. പക്ഷെ അവര് ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഇതാണോ ഈ വീട്ടിൽ നിനക്കുള്ള സ്ഥാനം? എന്റെ ചാരു, മേഘനെടുത്തിയെ എനിക്ക് ഒത്തിരി ഇഷ്ടാ. സ്വന്തം അനിയനെ പോലെ എന്നെ സ്നേഹിച്ചേ. എല്ലാം എന്നോട് ഷെയർ ചെയ്യുമായിരുന്നു. എനിക്ക് ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയുമാണ്. ഓഫ് കോഴ്സ് ഏട്ടത്തി ഡിവോഴ്സിന് അപ്ലൈ ചെയ്തപ്പോ എനിക്കത് ഒത്തിരി വേദന ഉണ്ടാക്കി. അന്നു മുതലാ ഏട്ടത്തിയോട് എനിക്ക് അകൽച്ച തോന്നിയത്. പക്ഷേ ഇപ്പൊ ഞാൻ മേഘനെടുത്തിയെ പൂർണ്ണമായി മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ചാരു. അതിന്റെ കുറ്റബോധവും എനിക്കുണ്ട്.
അതിനെക്കുറിച്ച് നിനക്ക് അറിയില്ല, പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുകയില്ല. വല്യമ്മയുടെ തീരുമാനങ്ങൾ എതിർക്കാനുള്ള ശക്തി ഞങ്ങളുടെ വീട്ടിൽ ആർക്കും തന്നെ ഇല്ല. അവരുടെ വാക്കാണ് അവസാനത്തെ വാക്ക്. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വല്യമ്മ തീരുമാനം എടുക്കുന്നതിന് മുന്നേ ആയിരിക്കണം. പക്ഷെ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ചാരു ഞാൻ മൗനം പാലിക്കുന്നത്. നീ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ നിശ്ചയത്തിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ അത് മുടക്കാനുള്ള അവസരം എനിക്കിപ്പോ ഇല്ല. എന്റെ അവസ്ഥ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നീ മനസ്സിലാക്ക. അരുണിമാമേ, മുഹൂർത്തത്തിന് സമയായി. വരനും വധുവും വന്നിരുന്നോളുക. ചടങ്ങിന്റെ പൂജകൾ തുടങ്ങാലോ അല്ലേ? ആയിക്കോട്ടെ തിരുമേനി. മഞ്ജരി മിഥുൻ, ചെല്ല്, നീ ചെന്ന്. ചെന്നിരിക്കെ. ओम अपवित्र पवित्रो वा सर्वावस्थांगतोऽपि वा यस्मरेत् पुण्डरीकाक्षं सभाभ्यान्तरस्सुचि ओम गणानां त्वा गणपतिगुं हवामहि कविं कवीनामुपमस्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पद आनशृण्वन्नोतिभिः सीदसादनं श्रीगुरुभ्यो नमः. गुरुर्ब्रह्मा गुरुर्विष्णुः गुरुदेवो महेश्वरः. നെല്ലും പൂവും ഭഗവാന്റെ ചരണത്തിൽ അർപ്പിച്ചോളാ. ओम श्रीमन्महागणाधिपतये नमः. ओम गणाध्यक्षाय नमः. ओम फालचंद्राय नमः. ओम धूमकेतवे नमः. ओम श्रीमन्महागणाधिपतये नमो नमः. शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये. ജയേട്ടാ, ഒരു മിനിറ്റ്. എന്താ അരുണിമേ? അത് ചോദിക്കേണ്ടത് ഞാനാണ് ജയേട്ടാ. എന്ന് വെച്ചാ? ഇതിന് ഞാൻ എന്താ പറയണ്ടേ? വീട്ടിലൊരു മംഗളകർമ്മം നടക്കുക, പക്ഷെ ആരുടെ മുഖത്ത് ഒരു സന്തോഷമില്ലല്ലോ. എന്തൊരു കഷ്ടം ഇത്. അരുണിമേ, നീ എല്ലാ തരത്തിലും ആലോചിച്ചിട്ടാണോ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തെന്നുള്ളത് എനിക്കറിയില്ല. എടുത്തു ചാടി ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ആവേശത്തിന്റെ പേരിൽ എടുത്തൊരു തീരുമാനമായിട്ടാ തോന്നുന്നത്. ഞാനത് പറഞ്ഞാലും ഇപ്പൊ നിനക്കതൊന്നും തലേ കയറില്ല. എന്റെ ഉദ്ദേശം എന്താണെന്ന് പോലും അറിയാനുള്ള ശ്രമം നീ നടത്തിയിട്ടില്ല. ജയേട്ടാ, കാര്യങ്ങൾ ഇതുവരെ എത്തിയ സ്ഥിതിക്ക് ഇനി ഉദ്ദേശങ്ങളെക്കുറിച്ച് അറിയാനോ തീരുമാനങ്ങൾ മാറ്റാനോ ഒന്നും എനിക്ക് കഴിയില്ല. നല്ലതോ ചീത്തയോ ഇനി മുൻപോട്ട് തന്നെ പോവേണ്ടി വരും. പിന്തിരിഞ്ഞു പോകുന്ന സ്വഭാവം അരുണിമയ്ക്കില്ല. അതിപ്പോ പുതുതായിട്ടല്ലല്ലോ ജയേട്ടൻ കാണുന്നേ. ചടങ്ങ് കഴിയുന്ന വരെയെങ്കിലും ഒന്ന് ചിരിച്ചു നിൽക്കാൻ ശ്രമിക്കും. കുത്തിവെറുത്ത മുഖവുമായിട്ട് നിന്ന നടക്കുന്ന മംഗളകർമ്മം അമംഗളമാവുന്ന. ജേട്ടൻ വന്നേ. ओम हिरण्यवर्णां हरणीं सुवर्णरजतश्रियां चन्द्रां हिरण्मयीं लक्ष्मीं जातवेदो ममावः. അതങ്ങോട്ട് ഇടുക. तदेव लग्नं सुदिनं तदेव ताराबलं चन्द्रबलं तदेव. എന്നോട് ക്ഷമിക്കും മേഘനെ. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും എതിർക്കുവാനുള്ള അവകാശം എനിക്കില്ല. എന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരാരും ഈ വീട്ടിലില്ല. എല്ലാം കൈകെട്ടി നോക്കി നിൽക്കാൻ മാത്രമാണ് എന്റെ വിധി. മേഘന എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. ഇത് കാണാൻ പറ്റാതെ മാറി നിൽക്കുകയാണോ? മിഥുനേട്ടൻ ചേച്ചിയാണല്ലോ തിരയുന്നത്. മനസ്സിൽ അത്രയേറെ സ്നേഹം ഉണ്ടായിട്ടും അമ്മയുടെ വാക്കുകളെ നിരസിക്കാനാവാണ്ട് ഭാര്യയുടെ മനസ്സ് വേദനിക്കുന്നു അറിഞ്ഞിട്ടും എല്ലാത്തിനും നിന്നു കൊടുക്കുക പാവം. ഇത്രയും സ്നേഹം മനസ്സിലുണ്ടെങ്കിലും ആർക്കും എന്ത് പ്രയോജനം? ഇന്ന് മിഥുനേട്ടൻ മറ്റൊരുത്തിയുടെ സ്വന്തമാവാൻ പോവാ. ओम तच्छंयावृणीमहे गातुं यज्ञाय गातुं यज्ञपतये. ആ പുഷ്പങ്ങൾ അങ്ങോട്ട് അർപ്പിച്ചോളുക.
तच्छंयोरावृणीमहे गातुं यज्ञाय गातुं यज्ञपतये दैवी स्वस्तिरस्तुनः स्वस्तिर्मानुषेभ्यः ऊर्ध्वं जिगात भेषजं शन्नो अस्तु द्विपदे शं चतुष्पदे ओम शांति शांति शांति. നെല്ലും പൂവും അർപ്പിച്ചോളുക. ചെറിയമ്മേ, ഒരു കാര്യം ശ്രദ്ധിച്ചോ? മേഘനെ ഇവിടെ എങ്ങും കാണുന്നില്ല. ഏത് മുഖം വെച്ചോണ്ട് ഇങ്ങോട്ട് വരാനാ? ഭർത്താവിന് മറ്റൊരു പെണ്ണുമായി എൻഗേജ്മെന്റ് നടക്കുന്നത് കണ്ടു നിൽക്കാനാവാണ്ട് വീടിന്റെ ഏതെങ്കിലും ഒരു കോണിൽ തല കൊമ്പിട്ടിരുന്ന് കരയുന്നുണ്ടാവും. പോട്ടെ വിട്. ഇവിടെ ഒരു മംഗളകർമ്മല്ലേ നടക്കുന്നത്. വീർത്തു കെട്ടിയ മുഖവും ഉള്ളു നിറയെ ശാപവാക്കുകളായിട്ട് അവളിവിടെ നിൽക്കണ്ട. മേഘന തമ്പുരാട്ടി ഈ പരിസരത്തേക്ക് വരാതിരിക്കുന്നിടത്തോളം നമുക്കാ നല്ലത്. അതും ശരിയാണ് ചെറിയമ്മേ. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും സന്തോഷിക്കുമ്പോ അവൾ ഇവിടെ ഒരു കണ്ണിലെ കരടായിട്ട് മാറും. അത് മതി എല്ലാവരും മൂഡ് ഓഫ് ആകാൻ. ചേച്ചി എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. എവിടെ പോയി നിൽക്കുമായിരിക്കും? ചേച്ചി ചേച്ചി എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് കാര്യ ചാരു? അവിടെ നടക്കുന്ന ചടങ്ങുകൾ കണ്ട് സന്തോഷിക്കണോ? അതോ അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാവാൻ വേണ്ടി ആശീർവദിക്കണോ? അതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് മുടക്കാനുള്ള സകല വഴികൾ അടഞ്ഞു പോയില്ലേ? എല്ലാം അറിയാമായിരുന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ? ചേച്ചി, ഈ നിശ്ചയം തടസ്സപ്പെടുത്താൻ മറ്റാർക്കും പറ്റില്ല. പക്ഷെ ഒരാൾക്ക് മാത്രം സാധിക്കും. അതാരാണ് ചാരു? ഞാൻ പറയാം. അവസാന നിമിഷം ഇതിനെ മറിച്ചൊരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ അത് മിഥുനേട്ടൻ വിചാരിക്കണം. എന്ത്? മിഥുനേട്ടൻ തന്നെ ഈ നിശ്ചയം മുടക്കണമെന്നോ? മേഘനെയും ചാരുവിനെ രണ്ടുപേരും കാണുന്നില്ലല്ലോ. ഈശ്വര അടുത്ത വല്ല പണിയും ഒപ്പിച്ചുകൊണ്ട് നിശ്ചയം മുടക്കാനുള്ള വല്ല പ്ലാനും ആണോ? അതെ ചേച്ചി, മിഥുനേട്ടന്റെ മനസ്സ് നിറയെ ചേച്ചിയോടുള്ള സ്നേഹ. അതിൽ മറിച്ചൊരു അഭിപ്രായമില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് അത് പുറത്തു കാണിക്കാൻ പറ്റാതാകുന്നത്. ചേച്ചിയോടുള്ള സ്നേഹം പുറത്തു കാണിക്കാൻ മിഥുനേട്ടന്റെ കൂടെയുള്ളവര് അനുവദിക്കാത്തതാ ഇവിടുത്തെ പ്രശ്നം. ആരുടെയൊക്കെയോ താളത്തിനൊത്തു തുള്ളുന്ന വെറും ഒരു പാവം മാത്രമാണ് ഇപ്പൊ മിഥുനേട്ടൻ. അതിനൊപ്പം അമ്മയുടെ വാക്കുകൾ അക്ഷരം പ്രതി പാലിക്കുന്ന മോനും കൂടിയല്ലേ. ചേച്ചിയോടുള്ള സ്നേഹം ചിലപ്പോ ഏട്ടനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തിന് നിൽക്കില്ല. ചാരു, നീ എന്തിനു വേണ്ടിയാണ് ഇപ്പൊ ഇതൊക്കെ എന്നോട് പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇനി ആ നിശ്ചയം മുടക്കണമെങ്കിൽ ആ ദൈവത്തിന് മാത്രമേ കഴിയൂ. അങ്ങനെ പ്രതീക്ഷിക്കുന്ന നമ്മളല്ലേ വിഡ്ഢികള്? അങ്ങനെയല്ല ചേച്ചി. എത്ര വലിയ മഞ്ഞുമലയാണെങ്കിലും വേനൽക്കാലം വരുന്ന സമയത്ത് ചൂടേറ്റ് ഉരുകാതെ വേറെ വഴിയില്ല. ഇപ്പൊ മിഥുനേട്ടന്റെ മനസ്സും അങ്ങനത്തെ ഒരു മഞ്ഞുമലയാണ്. ഗാംഭീര്യത്തോടെ അവിടെ നിശ്ചയത്തിന് ഇരിക്കുന്നുണ്ടെങ്കിലും പ്രണയം എന്നൊരു ചെറിയ ചൂടേറ്റാ മതി. അത് ഉരുകി പോവുന്ന ഉറപ്പാ. ഉരുകി കഴിഞ്ഞാ പിന്നെ ഈ നിശ്ചയം നടത്തുകയില്ല. അതല്ല ചാരു, ഞാൻ പറയുന്ന കേക്കേച്ചി. മിഥുനേട്ടൻ ഒരിക്കലും മനസ്സോടെയല്ല ഇതിനെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ചേച്ചിയെ മാറ്റി നിർത്തിക്കൊണ്ട് മിഥുനേട്ടന് ഒന്നും ചെയ്യാനും പറ്റില്ല. ഇനി ഇതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. മിഥുനേട്ടന്റെ മനസ്സിൽ ചേച്ചിയോടുള്ള സ്നേഹം എത്രത്തോളം ആണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ചേച്ചി അനിയത്തിയും കൂടി ഗൂഢാലോചന നടത്തുവാണല്ലേ? എങ്ങനെയെങ്കിലും അവസാന നിമിഷം ഇതൊക്കെ മുടക്കാനുള്ള ശ്രമമോ? ഞാൻ ഉള്ളിടത്തോളം അത് നടക്കാൻ അനുവദിക്കില്ല. കുറച്ചു മുമ്പ് ഞാൻ ശ്രദ്ധിച്ചതാ. ചേച്ചിയുടെ കൈയൊന്ന് മുറിഞ്ഞപ്പോഴേക്കും ഏട്ടൻ മറ്റെല്ലാ കാര്യങ്ങളും മറന്നു. ചേച്ചി വേദനിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഏട്ടന് പറ്റില്ല. കണ്ടില്ലാന്ന് ഭാവിക്കാവുന്ന കാര്യമായിട്ടും അവിടെ വന്നിരുന്ന് ആദ്യം ചേച്ചിക്കല്ലേ ഫസ്റ്റ് എയ്ഡ് തന്നെ. ഈ ഒരു ഉദാഹരണം മാത്രം പോരെ ചേച്ചി, മിഥുനേട്ടന്റെ മനസ്സിൽ ചേച്ചിക്ക് എത്രമാത്രം സ്ഥാനമുണ്ടെന്നറിയാൻ. ചാരു, ചേച്ചിയെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലേ? അവിടെ വന്ന് ഒന്നും അറിയാത്ത പോലെ നിന്നിട്ട് ഇവിടെ വന്ന് ഇവളെ എരിവ് കയറ്റി കൊടുക്കുന്നു. മേഘനേച്ചി, എന്തിനാ മിഥുനേട്ടൻ ഈ നിശ്ചയത്തിന് സമ്മതിച്ചത്?
സ്വന്തം അമ്മയുടെ വാക്കുകളെ അനുസരിക്കാൻ വേണ്ടി മാത്രമല്ലേ? പക്ഷേ ഏട്ടന്റെ ഉള്ളിലെ സ്നേഹം ഏട്ടൻ തിരിച്ചറിഞ്ഞ ആ വാക്ക് പോലും വേണ്ടെന്ന് വെച്ചു വരും. ഇവരെങ്ങാനും ഇപ്പൊ താഴെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ മിഥുനേട്ടൻ ശരിക്കും ഈ നിശ്ചയം മുടക്കിയാലോ? പറഞ്ഞാലും ഇല്ലെങ്കിലും മിഥുനേട്ടന് മേഘനയോട് ഒരു സ്നേഹമൊക്കെ ഉണ്ട്. ഇനി അതോർമ്മിച്ച് മനസ്സലിവ് തോന്നി മഞ്ജരിയെ വേണ്ടെന്ന് വച്ചാലോ? ഇവരെ താഴേക്ക് വരാൻ അനുവദിച്ചൂടെ? എന്താ ഇപ്പൊ ചെയ്യാ? ഈ എണ്ണ ഇവര് വരുന്ന വഴിയിൽ ഒഴിച്ചേക്കാം. തെന്നി വീണ് കാലോ നടുവോ ഒടിഞ്ഞോളൂ. എണീക്കാൻ വയ്യാതെ മുറിയുടെ മൂലയ്ക്ക് പോയി ഇരുന്നോളൂ, അല്ലെങ്കിൽ ആശുപത്രി പോയി കിടന്നോളൂ. പിന്നെ എങ്ങനെ എൻഗേജ്മെന്റ് മുടക്കുന്നേ? വാടേ. ദേവതാഭ്യോ നമഃ. നെല്ലും പൂക്കളും ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചോളാം. അരുണാം കരുണാതരംഗിതാക്ഷേന്ദ്ര. ഓം അയം മുഹൂർത്തസ് മുഹൂർത്തസ്തു. ദാ ഈ മോതിരം വാങ്ങിക്കോളാം. ധ്യായേത് പദ്മാസനസ്ഥാം വികസവദനാം പദ്മവത്. ഇനി രണ്ടാളും എഴുന്നേറ്റ് നിൽക്കുക. എന്താ ചേച്ചി ഇവിടെ തന്നെ നിന്നളഞ്ഞ്? താഴേക്ക് വായിച്ചി. അവര് മോതിരങ്ങളോടൊപ്പം ജീവിതങ്ങളും പങ്കുവെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ മോളെ? ഇനി ഈ ചടങ്ങ് തടസ്സപ്പെടുത്തിയിട്ട് കാര്യമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയല്ലേ ചേച്ചി. ഏയ് വേണ്ട ചാരു, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഇനി ഇതിന്റെ പുറകെ പോകുന്നത് നമ്മൾ കാണിക്കുന്ന അവിവേകമായിരിക്കും. മിഥുൻ, നീ എന്തിനാ മടിച്ചു നിൽക്കുന്നത്? മോതിരിട്ട് കൊടുക്ക്. മിഥുൻ എന്തു പറ്റി? ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ മുഹൂർത്തം തെറ്റിക്കാണ്ട് നോക്കണ്ടേ? മോതിരിട്ട് കൊടുക്ക്. വാട്ട് ഈസ് ദിസ് മിഥുൻ? ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് ഇപ്പൊ എന്തു പറ്റി?